ആന്റണി വർഗീസ് പെപ്പെ നായകനെ പുറത്തിറങ്ങാനിരിക്കുന്ന ഒരു പക്ക ഇടിപ്പടമാണ് കാട്ടാളൻ എന്ന ചിത്രം. ചിത്രം വരുന്ന മെയ് 14 തിയേറ്ററിലേക്ക് റിലീസ് നടത്താൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആ ഒരു റിലീസിൽ നിന്ന് പോസ്റ്റ്പോണ്ട് ആക്കി ഈ ഒരു ചിത്രം വരുന്ന മെയ് 28 തിയേറ്ററിലേക്ക് റിലീസിനെത്തുക എന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. നമ്മുടെ കമന്റ് വഴി ചില സിനിമകളുടെയൊക്കെ അപ്ഡേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ സിനിമ ഏതാണെന്ന് വെച്ചാൽ ജനനായകൻ എന്ന ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിന്റെ അൺഒഫീഷ്യൽ ആയിട്ടുള്ള റിലീസ് ഇപ്പോഴും പുറത്തു വരുന്നത് ഏപ്രിൽ 23 അല്ലെങ്കിൽ 28 ഈ ഒരു ചിത്രത്തിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള റിലീസ് ഡേറ്റ് അറിയണമെങ്കിൽ ഇലക്ഷൻ കഴിയണം. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു റിലീസ് ഡേറ്റിനെ പറ്റിയുള്ള ഒരു അനൗൺസ്മെന്റ് വരിക. അടുത്ത അപ്ഡേറ്റ് ചോദിച്ചിട്ടുള്ളത് ടോക്സിക് എന്ന ചിത്രത്തെ പറ്റിയായിരുന്നു. ചിത്രത്തിന്റെ റിലീസ് ഈ വരുന്ന ജൂൺ 4 ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ഫസ്റ്റ് സിംഗിളും സെക്കൻഡ് സിംഗിളും തേർഡ് സിംഗിളും ഒക്കെ അടുത്ത മാസം പുറത്തിറങ്ങും. ഈ ഒരു ചിത്രത്തിന്റെ റിലീസിന് മുമ്പുള്ള ഒരു റിലീസ് ട്രെയിലറോ അല്ലെങ്കിൽ ടീസറോ ഒരു ഫൈനൽ ടീസറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുറത്തിറങ്ങുമെന്ന് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റൂമർ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അടുത്ത സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ കൽക്കി 2 പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് പാർട്ട് ഒരു ക്യാമിയോ റോളിയായിട്ടായിരുന്നു ദുൽഖർ എത്തിയിട്ടുള്ളത്. ദുൽഖർ ഇപ്പോൾ ഹൈദരാബാദ് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. കൽക്കി 2 ബാക്കി ഷൂട്ടിംഗ് പുള്ളിയുടെ പോർഷൻസിലുള്ള ഷൂട്ടിങ്ങിന് വേണ്ടിയാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ പ്രഭാസിന്റെ പോർഷൻസ് ഒക്കെ ഇനിയും ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഈ വരുന്ന ഏപ്രിൽ 10 മുതലാണ്. അടുത്തതായി ചോദിച്ചിട്ടുള്ളത് ബ്രഹ്മാസ്ത്ര 2 പറ്റിയാണ്. ആ ഒരു ചിത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ ആ ഒരു സിനിമ വരെ നല്ല ഡിലേ തന്നെ എടുക്കും. ഈ വർഷം ഡിസംബർ മാസമായിരുന്നു ചിത്രത്തിന്റെ റിലീസ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ചിത്രത്തിന്റെ കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ തന്നെ പെൻഡിങ് ആയി കിടക്കുന്നുകൊണ്ടും കൂടാതെ തന്നെ രൺബീർ കപൂർ ആയാലും ഇപ്പോൾ രാമായണ എന്ന ചിത്രത്തിലേക്ക് അഭിനയിച്ച് അങ്ങനെ കുറച്ച് ഡിലേ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ ബ്രഹ്മാസ്ത്ര 2 വരാൻ കുറച്ച് ലേറ്റ് ആകും. ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് മിക്കവാറും അടുത്ത വർഷമൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുകയെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടിരുന്ന അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. നിവിന് ആ ഒരു ഫാമിലി ഓഡിയൻസും അല്ലെങ്കിൽ യൂത്ത് ഓഡിയൻസ് ഒക്കെ തന്നെ ഭയങ്കര രീതി അട്രാക്റ്റീവ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു പ്രേമം ചിത്രത്തിലൂടെയായിരുന്നു. പ്രേമം ചിത്രത്തിന് ശേഷം അൽഫോൺസ് പുത്രൻ നിവിൻ കോംബോ ആഗ്രഹിക്കാത്ത ആളുകൾ ചുരുക്കമായിരിക്കും. വീണ്ടും ആ ഒരു കോംബോയിൽ ഒരു ചിത്രം വരാൻ പോവുകയാണ്. ഈ ഒരു ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന തലൈവർ 173 ഒരു പ്രോപ്പർ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ട് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നത് ഈ വരുന്ന ഏപ്രിൽ 27 മുതലാണ്. ഒരു പ്രൊമോ ഷൂട്ടാണ് ചിത്രത്തിന്റെ ടീം പ്ലാൻ ചെയ്യുന്നത്. ഏകദേശം 3 ദിവസത്തോളം വരുന്ന ആ ഒരു പ്രൊമോ ഷൂട്ടിന് ശേഷം ചിത്രത്തിന്റെ റെഗുലർ ഷൂട്ടൊക്കെ ആരംഭിക്കുമെന്ന് ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ്. ചിത്രം അടുത്ത വർഷം പൊങ്കലിലാണ് തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്നത്. ഇതൊരു ഇമോഷണൽ പാക്കേജ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എന്റർടൈനർ ചിത്രമായിരിക്കുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ഡോൺ ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ള സിബി ചക്രവർത്തിയാണ് ചിത്രം സംവിധാനം ചെയ്തൊരുക്കുന്നത്. ടൂറിസ്റ്റ് ഫാമിലി എന്ന ചിത്രത്തിന്റെ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന് ശേഷം ചിത്രത്തിന്റെ ഡയറക്ടർ ഏറ്റവും പുതിയ ഒരു സ്ക്രിപ്റ്റ് വിജയ് ദേവർകൊണ്ടയുടെ നറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് ആ ഒരു സബ്ജക്റ്റ് ഇഷ്ടമായിട്ടുണ്ട്. മിക്കവാറും അടുത്തൊരു വിജയ് ദേവർകൊണ്ട പ്രൊജക്റ്റ് ആകാനുള്ള വലിയ രീതിയിലുള്ള ചാൻസ് തന്നെ കാണുന്നുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു ടൂറിസ്റ്റ് ഫാമിലി ചിത്രത്തിന്റെ ഡയറക്ടർ ഏറ്റവും പുതിയതായി ശിവകാർത്തികനോട് സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം സൂര്യയ്ക്ക് വേണ്ടിയും ഒരു സ്ക്രിപ്റ്റ് ഇപ്പോൾ നറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ രൺവീർ സിംഗിന്റെ ദുരന്തം എന്ന ചിത്രം ഇപ്പോൾ ലോകമെമ്പാടും വലിയൊരു തരംഗം തന്നെയായി മാറുകയാണ്. ജസ്റ്റ് 18 ദിവസം കൊണ്ട് തന്നെ വേൾഡ് വൈഡ് കളക്ഷൻ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് എല്ലാ ലാംഗ്വേജിൽ നിന്ന് നെറ്റ് കളക്ഷന് ഏകദേശം 1041 കോടി രൂപ സ്വന്തമാക്കിയിരിക്കുകയാണ്. അതിൽ ഹിന്ദി നെറ്റ് കളക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ 974 കോടി രൂപ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് മാത്രം 1228 കോടി രൂപ. ഓവർസീലാണ് സിനിമ ഞെട്ടിച്ചത്. അവിടുന്ന് ഏകദേശം 42.5 മില്യൺ US ആയിരുന്നു ചിത്രത്തിന് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യ മണിയിലോട്ട് അത് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 394 കോടി രൂപ വരും. അങ്ങനെ ടോട്ടൽ വേൾഡ് 1622 കോടി രൂപ ചിത്രം സ്വന്തമാക്കി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററായി മാറിയിരിക്കുകയാണ്. ഇപ്പോഴും മികച്ച രീതിയിലുള്ളൊരു ഷോക്ക് ഔട്ട് കളക്ഷനും ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിക്കുകയാണ്. ആര്യ നായകനെ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം അനൗൺസ് ചെയ്തിരിക്കുകയാണ്. മിസ്റ്റർ എക്സ് എന്നാണ് ചിത്രത്തിന് പേരായി നൽകിയിട്ടുള്ളത്. നമ്മുടെ മലയാളത്തിലുള്ള മഞ്ജു വാര്യരൊക്കെ ഈ ഒരു ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിലായി എത്തുമെന്ന് ഒരു പോസ്റ്റ് വഴി തന്നെ കൺഫേം ആക്കിയിരിക്കുകയാണ്. ചിത്രം വരുന്ന ഏപ്രിൽ 17 വേൾഡ് വൈഡ് തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്നത്. തമിഴ് സിനിമയിൽ നിന്ന് ഇനി പുറത്തിറങ്ങാനിരിക്കുന്നത് ഏറ്റവും വലിയൊരു പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു തലൈവർ ചിത്രമാണ് ജയിലർ 2. ജയിലർ 2 ഭാഗത്തുനിന്ന് ഭയങ്കര രീതിയിലുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇറങ്ങി ഭയങ്കര ഹൈപ്പിൽ നിന്ന പടമായിരുന്നു. അതിനൊപ്പം ഉള്ളൊരു ഹൈപ്പിനുള്ള ഒരു ഫാക്ടർ തന്നെയായിരുന്നു ഷാരൂഖ് ഖാൻ ഈ ഒരു ചിത്രത്തിൽ ഒരു പോലീസ് ഓഫീസറിന്റെ വേഷത്തിൽ എത്തുന്നുണ്ടെന്ന്. ബട്ട് അതിനെപ്പറ്റിയുള്ള ഒരു പ്രോപ്പർ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഷാരൂഖ് ഖാൻ ആ ഒരു റോളിൽ നിന്ന് പിന്മാറിയെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. കാരണമായി കേൾക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ കിങ് എന്ന ചിത്രം ഈ വരുന്ന ഡിസംബറിലാണ് ഷാരൂഖ് ഖാനെ പുറത്തിറങ്ങാനിരിക്കുന്നത്. ആ ഒരു ചിത്രത്തിന് ഫോക്കസ് ചെയ്ത് അതിൻ്റെ ഷൂട്ട് തീർക്കാനുള്ള കുറച്ച് തിരക്കിലൊക്കെയാണ്. പിന്നെ കൂലിയിൽ അമീർ ഖാൻ ചെയ്ത് ഒരു ക്യാമിയോ ഫ്ലോപ്പായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്ന് റിസ്ക് എടുക്കേണ്ട കാര്യമായിട്ട് തോന്നിയില്ല. ഏകദേശം 5 ദിവസത്തെ ഡേറ്റ് ആയിരുന്നു ജയിലർ എന്ന ചിത്രത്തിലോട്ട് ക്യാമിയോയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഡേറ്റ് പിൻവലിച്ച് ഇപ്പോൾ ഫുൾ ഫോക്കസ് SRK നായകനെ എത്താനിരിക്കുന്ന കിങ് എന്ന ചിത്രത്തിലോട്ട് കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ മലയാളത്തിൽ നിന്ന് ഭയങ്കര രീതിയിൽ തന്നെ തരംഗമായിട്ടുള്ള ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ആയിരുന്നു ലോക ചിത്രം. ലോക ചിത്രത്തിന് ഫസ്റ്റ് പാർട്ടിനെക്കാട്ടിലും എനർജറ്റിക് ആയിട്ടുള്ള സെക്കൻഡ് പാർട്ട് ആയിരിക്കുമെന്ന് ചിത്രത്തിൻ്റെ ടീം ആയാലും കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് നായകനെത്തുന്ന ടൊവിനോ തന്നെ ഈ ഒരു ചിത്രത്തെ പറ്റിയുള്ള കുറച്ച് അപ്ഡേറ്റുകൾ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു സിനിമയിൽ അവസാനം എന്ന് പറയുന്ന ലോക ചിത്രത്തിൽ അവസാനം പറഞ്ഞു വെക്കുന്നത് 389 ചാത്തന്മാർ അല്ലെങ്കിൽ അത്രയും കൂടപ്പിറപ്പുകൾ തനിക്കുണ്ടെന്നൊക്കെയാണ്. ഇപ്പോൾ ടൊവിനോ ഈ ഒരു ചിത്രം ചെയ്യുമ്പോഴും പുള്ളിയുടെ കരിയറിലെ തന്നെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള വേഷം ലോക ചിത്രത്തിലായിരിക്കുമെന്നും പുള്ളി തന്നെ പറഞ്ഞിരിക്കുകയാണ്. പുള്ളി ആ ലെവലിൽ പറയണമെങ്കിൽ അത് അതുപോലത്തെ ഒരു ചിത്രമാകാൻ
വരാനുള്ള ചാൻസാണ് കാണുന്നത്. കാരണം തല്ലുമാലെ, അജയൻ്റെ രണ്ടാം വർഷം അതുപോലുള്ള സിനിമകളൊക്കെ കണ്ട് നമ്മൾ ഞെട്ടിപ്പോയിട്ടുണ്ട് ടൊവിനോ എങ്ങനെ ചെയ്തതെന്ന്. ആ ഒരു ടൊവിനോയ്ക്ക് തന്നെ പുള്ളിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു വേഷമായിരിക്കും ലോക 2 എന്ന് പറയുമ്പോൾ. ഏകദേശം ഒരു സിനിമയുടെ സ്കെയിലും ആ ഒരു സിനിമ വരുന്നത് എങ്ങനെയായിരിക്കും നമുക്കൊന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റ് വർക്കുകളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വർഷം അവസാനമൊക്കെ ആയിട്ടാണ് ചിത്രത്തിൻ്റെ ഷൂട്ട് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നത്. എങ്ങാനും എല്ലാം ഒത്തുവന്ന് ഷൂട്ട് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ അടുത്ത വർഷം ഓണം റിലീസായിട്ട് ചിത്രം തിയേറ്ററിലേക്ക് റിലീസിനെത്താനാണ് ഹൈ ചാൻസ് കാണുന്നത്. എന്തായാലും ഈ ഒരു ചിത്രത്തിൻ്റെ കൂടുതലായിട്ടുള്ള ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക.